ഹലോ, അപ്പോഴേ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. പൊതുവേ ഞാനിങ്ങനെ ഷോപ്പിംഗ് വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും വിചാരിക്കും ഞാൻ എപ്പോഴും ഷോപ്പിംഗ് ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ചിലയിടത്തൊക്കെ ഇങ്ങനെ ഓഫറുകളൊക്കെ കാണുമ്പം നിങ്ങൾക്കൂടെ അത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഈ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാനുള്ളത് നമ്മുടെ റോള നെസ്റ്റോയിലാണ്. സംഭവം ഇവിടെ ഇപ്പോൾ ഭയങ്കര ഡിസ്കൗണ്ടാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്ന് ഞാനിതിൻ്റെ കുറേ ഞാനത് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല വന്നത്. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മസ്ലി നിങ്ങൾക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന്. കാര്യം അതേപോലെയായിരുന്നു കേട്ടോ ഓഫർ ഉള്ളത്. ഇത് കുട്ടികളുടെയൊക്കെ സെഷനാണ്. എനിക്ക് തോന്നുന്നത് വലിയവരെക്കാട്ടിലും കൂടുതലും കുട്ടികൾക്ക് ഒരുപാട് കളക്ഷൻ ഞാൻ കണ്ടേ. ഒത്തിരി നല്ല റേറ്റ് കുറവാണ്. പിന്നെ ഇതാ ഈ ഒരു ബാഗുകൾ, കുഞ്ഞു ബാഗുകൾ, ഇതെല്ലാം 10 ദിറംസ് 8 ദിറംസ് ആ ഒരു റേഞ്ചിലാട്ടോ വരുന്നത്. ചെറിയ സൈഡ് ബാഗാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല മൊബൈൽ പൗച്ച് പോലുള്ള ബാഗുകളാണ്. അപ്പോൾ അതിൽ കുറച്ച് ഐറ്റംസ് വേണമെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെഷൻ കുറച്ച് ഇപ്പുറത്തായിട്ടുണ്ട് കേട്ടോ. അതിനും നല്ലൊരു ഓഫർ എനിക്ക് തോന്നി. 6-7 ദിറംസിന് വരുന്ന ബാഗും ചെറിയ പേഴ്സൊക്കെ കണ്ടേ. നല്ല ഭംഗിയുള്ളതാണ്. എനിക്ക് തോന്നുന്നത് അവർ ഈ അടുത്ത മാസം 15 അത്രയും കണ്ട് വരെ എങ്ങാണ്ട് ഇതിൻ്റെ ഓഫർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് കുട്ടികളുടെ സെഷനാണ്. ഇത് കുട്ടികളുടെ ബസ് സെഷനല്ല, ബാഗാണ് കേട്ടോ. ഇത് 8 ദിറംസ് വരുന്നുള്ളൂ. സൈഡ് ബാഗാണ്. അതിൻ്റെ യൂണിക്കോണിൻ്റെ ഒരു മോഡലൊക്കെ വരുന്ന കുറച്ച് ബാഗൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ളത്. സീക്വൻസ് ഒക്കെ വെച്ചിട്ടുള്ള യൂണിക്കോണിൻ്റെ കളറ് ബ്ലൂ ആൻഡ് പിങ്ക് എങ്ങാണ്ടല്ലേ. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ വരുന്ന കുറേ ബാഗൊക്കെ ഉണ്ടായിരുന്നേ, നല്ല ഭംഗിയുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു 8-9 ദിറംസിന് മാത്രമാണ് വരുന്നത്. ഇതൊന്നും അല്ല നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇനി ഡ്രസ്സിൻ്റെ സെഷനാണ്. എനിക്ക് പൊതുവേ ഡ്രസ്സിൻ്റെ സെഷനിൽ സമയം സ്പെൻഡ് ചെയ്യാൻ ഒരു മടിയുമില്ല. കാര്യം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതിനുമ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെയുള്ള അൽക്കുലത്തെ സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ വലിയ ഓഫർ ഞാൻ പറയുന്നില്ല. കമ്മല്, മാല അങ്ങനെയുള്ള സെഷനിലോട്ട് വരുമ്പോൾ അത്യാവശ്യം പ്രൈസ് ഉണ്ട്. ഞാൻ പിന്നെ കുറേ നല്ല രസമുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. കുറേ നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ഇയറിങ്സ് ഉണ്ട്. നല്ല റേറ്റ് ഉണ്ട്, 10-20 ദിറംസൊക്കെ ഉണ്ട്. എന്നാലും കൊള്ളാം, വെറൈറ്റീസാണ് കേട്ടോ. നല്ല ഹെവിയാണ്, പക്ഷേ അത്യാവശ്യം നല്ല ഭംഗിയുള്ളതാണ്. പിന്നെ നല്ല കുറച്ച് നെക്ക് ചെയിൻസൊക്കെ കണ്ടേ. നല്ല ഡബിൾ ചെയിൻസ്, മീൻസ് ഡബിൾ ലെയർ ആയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പ്ലെയിൻ ജീൻസിൻ്റെ കൂടെ ജീൻസിൻ്റെ ടോപ്പിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഉടുപ്പുകളൊക്കെ, മീൻസ് മാലകളൊക്കെ. പിന്നെ ജീൻസിൻ്റെ സെഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നേ, വീണ്ടും കളക്ഷൻസ് ആണ്. പക്ഷേ എല്ലാം നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ഉടുപ്പുകൾ കണ്ടേ. നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ട് എലഗൻ്റ് ആയിട്ടുള്ള കുറേ ഡ്രസ്സുകൾ കണ്ടു കേട്ടോ. റേറ്റും അത്യാവശ്യം ഉണ്ട്. 40-45 ദിർഹംസിന് അടുപ്പിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ വിൻ്റർ കളക്ഷനും മാത്രമാണ് കേട്ടോ ഇത്ര റേറ്റായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ജീൻസിൻ്റെ സെഷനിലോട്ട് വരുമ്പോൾ ഭയങ്കര റേറ്റ് കുറവാണ്. 20 ദിർഹംസിനൊക്കെ നല്ല ബാഗി ജീൻസൊക്കെ ഉണ്ട്. ഞാൻ അത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത് 2 പീസ് പോലുള്ളതാണ്. ചെറിയ നൂഡിൽ സ്ട്രാപ്പാണ് ഇതിൻ്റെ ആ ഒരു ഉടുപ്പിൽ വരുന്നത്. പക്ഷേ നല്ല ക്യൂട്ട് ആയിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതും അത്യാവശ്യം 40-45 ദിറംസ് എന്തോ വരുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം അത്യാവശ്യം റേറ്റുള്ളതാണ്. എന്നാലും നല്ല കളക്ഷൻ ആയതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇത് പ്ലെയിൻ ആയിട്ടുള്ള മീൻസ് ബ്ലാക്ക് കളർ ഉടുപ്പാണ്. നമുക്ക് ഈ ജാക്കറ്റ്സ് ഒക്കെ ഇടുമ്പോൾ അടിയിൽ വെയർ ചെയ്യാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ള ഒരു ബ്ലാക്ക് ഉണ്ട്, അതിൻ്റെ വൈറ്റ് ഉണ്ട്, ഓഫ് വൈറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ കുർത്തീസിൻ്റെ സെഷൻ വരുമ്പോൾ കുർത്തീസൊക്കെ അത്യാവശ്യം നല്ല ത്രെഡ് വർക്കൊക്കെ ഉള്ളതുണ്ടായിരുന്നു. നല്ല ത്രെഡ് വർക്കും പിന്നെ സ്റ്റോൺ വർക്കൊക്കെ ഉള്ളത്. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പുകളൊക്കെ ഉണ്ട്. 10 ദിറംസ് 15 ദിറംസിനൊക്കെ ഉണ്ട്. അത് 15 ദിർഹംസിൻ്റെ പാൻറ്റാണിത്. ഇത് കുട്ടികളുടെ പാൻറ്റാണ്, പക്ഷേ ഷോർട്ട്സ് കേട്ടോ. നല്ല പാൻറ്റാണ്, നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഉഡീസൊക്കെ ഒത്തിരി ഉണ്ട്. വിൻ്റർ കളക്ഷൻ്റെ എനിക്ക് തോന്നുന്നത് ഒത്തിരി നല്ല ഐറ്റംസ് 15 ദിർഹംസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. 15-20 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. ഇതിൻ്റെയൊക്കെ നല്ല കളർ ഉണ്ടായിരുന്നു കേട്ടോ, സത്യം പറയാമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല കളർ. എനിക്കിങ്ങനെ ബ്ലാക്കും വൈറ്റിനോട് ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് വൈറ്റ് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ 15 ദിർഹംസിന് വരുന്ന ടീഷർട്ട്സുകളാണ്. ജീൻസിൻ്റെ ഒക്കെ ആണെങ്കിൽ ബാഗി ടൈപ്പിനൊക്കെ 15-20 ദിർഹംസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതാണ്ട് 20 ദിർഹംസിൻ്റെ ബാഗിയാണിത്. എനിക്ക് അളവിനൊരെണ്ണം നോക്കിയിട്ട് ഞാൻ ഒരെണ്ണം എടുക്കാന്ന് വെച്ചാൽ നമുക്ക് മീൻസ് ഷോപ്പിലൊക്കെ അങ്ങനെയൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. 20 ദിർഹംസ് അല്ലേ വരുന്നുള്ളൂ. അപ്പം ഞാൻ അതിലൊരു ബ്ലൂ കളർ നോക്കുകയാണ്. കാരണം ബ്ലാക്ക് ഓൾറെഡി എനിക്കുണ്ട്. അപ്പം ഞാൻ ഇത് ബാഗ് ചെയ്താൽ 20 ദിർഹംസാണ്.
നമുക്ക് ഒരു വൈറ്റ് കളർ പ്ലെയിൻ ഉടുപ്പിൻ്റെയൊക്കെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ജീൻസ് ആട്ടോ. ലൈറ്റ് ബ്ലൂ ആയതുകൊണ്ട് എനിക്കത് ഇഷ്ടമായി. പിന്നെ ഞാൻ കുറച്ച് ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേന് ക്രീം കളർ ഒരു പാൻറ്റ് 20 ദിർഹംസിന്, അതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ലൂസ് പാൻറ്റാണ്, അതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതുണ്ട്, വൈറ്റ് ഉണ്ട്, അതിൻ്റെ തന്നെ ജീൻസിൻ്റെ കളേഴ്സ് ഉണ്ട്, അതിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് 5 ദിർഹംസിൻ്റെ കുട്ടികൾക്കുള്ള ചെറിയ ഷോർട്സ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ 34 ദിർഹംസ് 30 ദിർഹംസിൻ്റെയൊക്കെയാണ് മറ്റേ ഇച്ചിരി ബ്രാൻഡഡ് ആയിട്ടുള്ള പാൻസും ടീഷർട്സും ആണ്. അതും കൊള്ളാം. പിന്നെ ഇതെല്ലാം ചെറിയ ഷർട്ട്സുകളാണ്, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാണാൻ കൊള്ളാം. 15 ദിർഹംസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ കൊച്ചു പിള്ളേർക്ക് എനിക്ക് തോന്നുന്നത് കുട്ടികൾക്കാണ് ഇവിടെ അന്യ കളക്ഷൻസ് ഉള്ളത്. ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷൂവിനും സ്കെച്ചേഴ്സിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. 149 ദിർഹംസ്, 40 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന അടിപൊളി വൈറ്റ് കളർ സ്കെച്ചേഴ്സ് ഞാനിങ്ങനെ നോക്കി വെച്ചേക്കുവാണ്. ഒരു വൈറ്റ് കളർ സ്കെച്ചേഴ്സ് മേടിക്കണം. സത്യം പറഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യലാണ് വെച്ചാൽ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഈ വൈറ്റ് ഞാൻ പൊതുവേ മേടിക്കാത്തത്. പിന്നെ അതാ ഈ ഒരു പാൻസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ തന്നെ ഇത് കൊച്ചുങ്ങളുടെയാണ്, പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. 20 ദിർഹംസ് 15 ദിർഹംസ് എന്തോ വരുന്നുള്ളൂ. പിന്നെ കുറച്ച് നോർമൽ ടീഷർട്ടുകളാണ്. ഇത് ഗേൾസിൻ്റെയാണ്, കുഞ്ഞു പിള്ളേരുടെ കേട്ടോ. പാൻസും ഉണ്ട് അതിൻ്റെ തന്നെ. ഇതാണ് ചെറിയ പാൻസ്, ലെഗിൻസ് പോലുള്ള, അതൊക്കെ കൊച്ചുങ്ങൾക്ക് നോർമൽ വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കുറേ നല്ല ഉടുപ്പുകളുണ്ട്. എനിക്കൊന്ന് വിൻ്റർ കളക്ഷൻ ആയതുകൊണ്ടാവും, വിൻ്റർ ടൈം ആയതുകൊണ്ടാവും കുറച്ച് നോർമൽ ഡ്രസ്സുകൾക്കൊക്കെ നല്ല റേറ്റ് കുറവേ. നല്ല ഉടുപ്പുകളുണ്ടായിരുന്നു, ഒരുപാട് ഭംഗിയുള്ള ഉടുപ്പുകളുണ്ട്. പിന്നെ കുറച്ച് പെൺകുട്ടികളുടെ ക്യൂട്ടായിട്ടുള്ള ഷൂസാണത്. പിന്നെ അവരുടെ കുറച്ച് നല്ല നല്ല ജീൻസുകളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ചെറിയ ടീഷർട്ടുകളൊക്കെ ഒത്തിരി നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഒത്തിരി നല്ല കളക്ഷൻ കേട്ടോ. നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയത്തൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 10 ദിർഹംസിനൊക്കെ ഇതൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ലാഭമല്ലേ. ഒരു 5 ടോപ്പ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറി മാറി ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ടോപ്പുകളാണ് കേട്ടോ. തപ്പിയെടുക്കണം, കുറേ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നത്തില്ല കൈ. സീരിയസ്ലി പറഞ്ഞു, പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ എനിക്ക് ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫൈനലി ഞാനൊരു 3 ഉടുപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം 3 എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഏതെങ്കിലും ഒന്ന് എടുക്കാൻ ഞാനൊന്ന് വെയർ ചെയ്ത് നോക്കിയതാണ്. വൈറ്റ് ഇട്ടിട്ട് എനിക്ക് കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്തു. കൊള്ളാം, രസമുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് കംഫർട്ടായില്ല കേട്ടോ. അപ്പം നമുക്ക് മാറ്റിയിട്ട് ഞാൻ വേറെ 2 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഒരെണ്ണം ഇട്ട് നോക്കാം. അപ്പോൾ ഇതാണ്ട് ഇത് എനിക്കിഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം ലൂസായിട്ട് കിടക്കുന്നത് കൊണ്ട് എനിക്ക് അധികം വണ്ണം തോന്നുന്നില്ല. അല്ലാതെ വലിയ സ്വെറ്റർ ടൈപ്പൊക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വണ്ണം തോന്നുന്നത് കൊണ്ട് എനിക്കത് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. ഇത് ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഒരു ബ്ലാക്ക്, ഇതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് ഇതിലങ്ങോട്ട് ഉറപ്പിക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.